കുട്ടി ഘോഷിച്ച് നടത്തിയ പല വിവാഹങ്ങളും ഇപ്പോൾ ഡിവോഴ്സിലെത്തിയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് ആരാധകർ പറയുന്നത്. അനുവിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും, എന്നാൽ അനുവിൻ്റെ പല റിലേഷൻഷിപ്പുകളും തകർന്ന സ്ഥിതിക്ക്, അതായത് അനു എല്ലാവരെയും ഒരുപാട് വിശ്വസിക്കും. ആ വിശ്വാസം വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരുപാട് സഹായിക്കുകയും സ്വന്തം പോലെ കാണുകയും ചെയ്യും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് അനുവിൻ്റെ പല റിലേഷൻഷിപ്പും ഇപ്പോൾ ജീവനുമായി വലിയ അടുപ്പവും പ്രണയവും ഒക്കെ ആയിരുന്നു അനുവിനെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ റിലേഷൻഷിപ്പ് കടന്നപ്പോൾ, അല്ലെങ്കിൽ അത് കയ്യിൽ നിന്നും പോയപ്പോൾ അനു ഏറെ വിഷമിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സങ്കടങ്ങളൊക്കെ ഇനി ജീവിതത്തിൽ ഉണ്ടാകരുതെന്നും, ചെന്നു കയറുന്ന വീട്ടിൽ നല്ല മരുമകളും മകളായും നല്ലൊരു ഭാര്യയായും ഒക്കെ ജീവിക്കാൻ പറ്റട്ടെ എന്നുമാണ് ആരാധകർ പറയുന്നത്. എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഈ തമിഴ് മലയാളം കല്യാണം എങ്ങനെയാണ് കണ്ടുമുട്ടിയത്, എങ്ങനെ ആലോചന വന്നു എന്നൊക്കെ. അതിനെല്ലാം ഉത്തരം പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ സംസാരിക്കുന്നത്. ഭുവനേഷിന്റെ പ്രൊഫഷനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും, നടനാണോ അതോ മറ്റ് എന്തെങ്കിലും മേഖലയാണോ എന്നുള്ളത് വഴിയെ വ്ലോഗിലൂടെ വ്യക്തമാക്കുമെന്നും അനുമോൾ പറഞ്ഞു. കൂടാതെ വരാനിരിക്കുന്ന വീഡിയോകളിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വലിയ സർപ്രൈസ് കൂടി കാത്തുവച്ചിട്ടുണ്ടെന്നും താരം പറയുന്നു. ഭുവന്റെ പ്രൊഫഷൻ എന്താണെന്നുള്ളത് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ, അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിത്തരാം. വേറെന്താ, പിന്നെ ഭുവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, എവിടെയാണ് സ്ഥലം, അതൊക്കെ ഞാൻ പതിയെ എൻ്റെ വ്ളോഗിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുൾ കാണിക്കാൻ പോകുന്നത് എല്ലാം കല്യാണ വിശേഷങ്ങളും ഹൽദി മെഹന്തി പ്രീ വെഡിങ് വിശേഷങ്ങളും ഒക്കെയാണ്. അതൊക്കെ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തു വെച്ചു. അതുകൂടാതെ വേറൊരു സർപ്രൈസും കൂടി ഇതിൻ്റെ കൂടെയുണ്ട്. അത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഷോക്കാകും. ഭുവന് എന്തായാലും എല്ലാം സിമ്പിളായിട്ട് നടത്തണം എന്നായിരുന്നു ആഗ്രഹം. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം അത് മതി എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ താൻ പറഞ്ഞു, ഇല്ല, കല്യാണം ഒന്നേ ഉള്ളൂ ഭുവ, എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്, എനിക്ക് കല്യാണം നടത്തണം, ഇതുപോലെ വലിയ ഗ്രാൻഡ് ആയിട്ട് നടത്തണം, ഇതുപോലെ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ഫംഗ്ഷനും വയ്ക്കണം എന്നൊക്കെ തൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭുവനെ നിർബന്ധിച്ചാണ് അനുമോൾ എല്ലാ വിവാഹത്തിലും എത്തിച്ചത്. വിവാഹ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവച്ച് ഇൻഫ്ലുവൻസറും നടിയുമായ അനുമോൾ രംഗത്ത് വന്നിരുന്നു. തന്റെ വിവാഹം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയാണ് അനുമോൾ ഈ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഭർത്താവ് ഭുവനേഷുമൊത്തുള്ള രസകരമായ അനുഭവങ്ങളും വിവാഹ ചടങ്ങുകളുടെ വിവരങ്ങളുമാണ് അനുമോൾ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെ തുറന്നു പറഞ്ഞത്. ഗുരുവായൂരിൽ വെച്ച് നടന്ന പ്രധാന ചടങ്ങുകൾക്ക് ശേഷം നടന്ന ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ വിശേഷങ്ങളാണ് ഇരുവരും പങ്കുവച്ചത്. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും അടക്കം 100ഓളം പേർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. മറ്റുള്ളവർക്കായി ഒരു വലിയ റിസപ്ഷനും ഒരുക്കിയിരുന്നു. വിവാഹത്തിനായുള്ള വസ്ത്രങ്ങളും ഔട്ട്ഫിറ്റുകളും തിരഞ്ഞെടുക്കുന്നതിൽ പൂർണ്ണ സ്വാതന്ത്ര്യവും ചുമതലയും അനുമോൾക്ക് തന്നെയായിരുന്നു. അളവുകൾ മാത്രം നൽകിയ ഭുവനേഷിനായി എല്ലാ വസ്ത്രങ്ങളും സർപ്രൈസായി അനുമോൾ തന്നെയാണ് പ്ലാൻ ചെയ്തത്. തനിക്കായി ഒരുക്കിയ കോസ്റ്റ്യൂമുകളും ഡിസൈനുകളും ഏറെ ഇഷ്ടപ്പെട്ടതായി ഭുവനേഷും വ്യക്തമാക്കി.